ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഈ കേടായ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് എങ്ങനെ നമുക്ക് സ്വയം റിപ്പയർ ചെയ്യാമെന്നും അതിൻ്റെ നഷ്ടപ്പെട്ട ഡേറ്റാസൊക്കെ എങ്ങനെ നമുക്ക് മാനുവലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഹാർഡ് ഡിസ്ക് രണ്ടും പുതിയ ഒരു ഹാർഡ് ഡിസ്ക് വരും പിന്നെ SSD ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ രണ്ട് ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് എറർ മെസ്സേജ് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഇരിക്കുന്നത് കംപ്ലീറ്റ് ഡെഡ് ആണ്, ഒരു അനക്കവും ഇല്ല വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. അപ്പം ആ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ കുറച്ച് ഡേറ്റാസ് ആണ് നമ്മൾ റിക്കവർ ചെയ്യാനുള്ളത്. നമ്മൾ കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു അനക്കമൊന്നുമില്ല. ഈ രണ്ട് ഹാർഡ് ഡിസ്കും നല്ല പഴക്കമുള്ളതാണ്. ഇതിൽ ഒരെണ്ണം ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരെണ്ണം ഉള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്, മറ്റേത് അതിൻ്റെ 1 വർഷം പഴക്കമുള്ളൂ. റീഫർബിഷ്ഡ് ഹാർഡ് ഡിസ്ക്കാണത്. ഇടത് കയ്യിലിരിക്കുന്നത് പഴയ ഹാർഡ് ഡിസ്ക്കാണ്, ഏകദേശം 10 വർഷത്തിനടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഹാർഡ് ഡിസ്ക് ഞാൻ രണ്ടാമത് റീകണക്ട് ചെയ്ത സമയത്ത് ഒരു ചെറിയൊരു സ്മെല്ല് എനിക്ക് അടിച്ചായിരുന്നു, ഇവിടെ കരിയുന്ന പോലെ. അതെനിക്ക് സംശയമുണ്ട് ബോർഡ് കംപ്ലൈൻറ്റ് ആയതാണെന്ന്. അതുകൊണ്ടാണ് ഒട്ടും മൂവ് ചെയ്യാത്ത ഈ ഹാർഡ് ഡിസ്ക് ഡിറ്റക്ട് ചെയ്യുന്നില്ല കമ്പ്യൂട്ടർ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ മറുപടി അഴിച്ചിട്ടൊന്ന് നോക്കാം, അതിനിടയിൽ എന്തെങ്കിലും കത്തിപ്പോയിട്ടുണ്ടോ. അതിനായിട്ട് നമുക്ക് ഈ ചെറിയ സ്ക്രൂസ് ഒക്കെ അഴിച്ചു മാറ്റാം. അപ്പോൾ ഇവിടെ തന്നെ കാണാൻ കേട്ടോ, അതേ അടി കരിഞ്ഞിരിക്കുന്ന പുക പിടിച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ നല്ലൊരു ചൂടായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മറുബോർഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഏതാണ്ട് ഇവിടെ കണ്ടോ ഡയോഡുകൾ കത്തിപ്പോയിരിക്കുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ കാര്യം ഇത് ഡിറ്റക്റ്റ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ ഈ മദർ ബോർഡ് മറ്റേ ഹാർഡ് ഡിസ്കിൻ്റെ മദർ ബോർഡ് ഇതുമായിട്ട് വെച്ച് സ്വാപ്പ് ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ. ആ മദർ ബോർഡ് ഇതിലേക്ക് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കി, എന്നിട്ട് അത് മൂവ് ഒന്നും ചെയ്യുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് നീഡിൽ ഒരു റീഡ് ചെയ്യുന്ന നീഡിലുണ്ട് ഡിസ്കിൽ, അതിനെന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അനങ്ങാത്തത്. ഇത് നമുക്ക് തുറന്ന് നോക്കിയേക്കാം. അതിനകത്ത് ഇപ്പോഴേ ഈ സ്ക്രൂസ് എല്ലാം നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സ്ക്രൂ ഡ്രൈവർ നേരത്തെ ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, പ്രിസിഷൻ സ്ക്രൂ ഡ്രൈവർ സെറ്റാണ്. അതിൻ്റെ ലിങ്കും മുമ്പത്തെ വീഡിയോസിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടിപ്പ് മാറ്റി ഇടാൻ ടൈപ്പ് കേട്ടോ, മാഗ്നറ്റിക് ടൈപ്പ് സ്ക്രൂ ഡ്രൈവറാണത്. അപ്പോൾ ഈ ഇവിടെ എത്ര സ്ക്രൂ അഴിച്ചു കഴിഞ്ഞത് വരുന്നില്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു സ്ക്രൂവും കൂടി അഴിഞ്ഞു വരാനുണ്ട്. അത് ഈ സ്റ്റിക്കറിൻ്റെ അടിയിലായിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ആയിരിക്കും ചെറിയ സ്ക്രൂ. അത് വാറൻറ്റീസ് ബ്രോക്ക് ആയിരിക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ടിപ്പ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതൊക്കെ ആ ഗ്യാപ്പിലേക്ക് ഇട്ടിട്ട് തിക്കി കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരും എന്നാണ് തോന്നുന്നത്. നോക്കാം. ഓക്കെ, അത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഡിസ്ക് ആണ് തിളങ്ങിയിരിക്കുന്ന, ശരിക്കും കണ്ണാടി പോലെ ഉണ്ടല്ലേ, ആറന്മുള കണ്ണാടി പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പോൾ ഈ ഡിസ്ക്കാണ് ഹാർഡ് ഡിസ്ക് കേട്ടോ. പിന്നെ ഇത് അതിൻ്റെ മാഗ്നറ്റിക്കാണ്. പിന്നെ ഇപ്പുറത്ത് കാണുന്നത് അതിൻ്റെ നീഡിലും. പിന്നെ ഇതിരിക്കുന്ന ഒരു ഇതാണ്, എനിക്ക് തോന്നുന്ന ഒരു ഡസ്റ്റൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ, ചെറിയൊരു സ്ക്രൂ തപ്പി എടുക്കേണ്ടതുണ്ട്. അതിപ്പോൾ ഞാൻ പൊസിഷൻ ടൂൾസ് എടുക്കുകയാണ്. നമുക്ക് ഈ ടിപ്പ് മാറ്റിയിട്ട് ചെറിയ സ്ക്രൂ ആണുള്ളത്, അതിൻ്റെ ആ ഒരു ഡിസ്ക് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ഹോൾഡറുണ്ട്, അതാണ് ഇപ്പോൾ അഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഈ ചെറിയ സ്ക്രൂ ആണ് വേണ്ടത് കേട്ടോ. ഓക്കെ, ഇവിടെ കിട്ടിയിട്ടുണ്ട്. കഴിവതും ഈ ഡിസ്കിൽ ടച്ച് ചെയ്യരുത് കേട്ടോ. ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ ഗ്ലൗസ് ഇട്ടിട്ടാണ് അത് ചെയ്യാൻ. ഞാനതിൽ നോക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിവതും കൈ കൊണ്ട് ടച്ച് ചെയ്യാതിരിക്കുക, പിന്നെ റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും.
അപ്പോൾ ഇവിടെ 3 സ്ക്രൂ ഉള്ള ചെറിയ സ്ക്രൂ. അപ്പോൾ അത് ഞാൻ അഴിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി ഒന്ന് അടുത്ത് കാണിക്കാം. ഈ സ്ക്രൂ കണ്ടോ, ചെറിയ സ്ക്രൂ ആണ് കണ്ടോ. എന്നിട്ട് ആ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ഡിസ്കിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആ ഡിസ്കിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന പ്ലേറ്റ് നമുക്ക് എടുത്ത് മാറ്റിയേക്കാം. ഇനിയിപ്പോൾ ഇത് ഹാർഡ് ഡിസ്ക് എടുത്ത് ഇതിപ്പോൾ എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് എടുത്ത് ഈ ഡിസ്ക് എടുത്ത് നമുക്ക് മറ്റേ വർക്കിംഗ് ആയിട്ടുള്ള ഡിസ്കിനകത്ത് റിപ്ലേസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ആ ഡേറ്റാസൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ സെൻട്രലൈസ് സംഗതി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഇതാണ്, ജസ്റ്റ് വെറുതെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അടിയിൽ ആ മോട്ടറുമായിട്ട് കണക്റ്റഡ് ആണത്. അടിയിലൊരു മോട്ടറുണ്ട് ഇതിൻ്റെ, ആ മോട്ടറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അത്. അതുകൊണ്ടാണ് അത് വരാത്തത്. നമുക്കിവിടെ ഈ നീഡിൽ കണ്ട്, ഈ നീഡിൽ ഹാർഡ് ഡിസ്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഈ നീഡിൽ അതൊരു ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുക കേട്ടോ. ആ നീഡിൽ ഭയങ്കര സെൻസിറ്റീവ് സംഗതിയാണ്. അപ്പം അതിൽ കൈ കൊണ്ട് ടച്ച് ചെയ്ത് വളയൊന്നും ചെയ്ത് പിന്നെ അത് മേടിക്കാനൊന്നും കിട്ടാത്ത സംഗതിയാണ്. വളഞ്ഞു കഴിഞ്ഞാൽ പോയി, വേറെ ഹാർഡ് ഡിസ്ക് മേടിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ആ ഒരു മാഗ്നറ്റിക്കാണ് ഈ മുകളിൽ വെച്ചിട്ട്, മുകളിലും താഴെ മാഗ്നറ്റിക് ഉണ്ട്, നല്ല ശക്തിയുള്ള മാഗ്നറ്റിക്കാണ്. അത് ഞാനിപ്പം സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തിക്കി എടുക്കുക കേട്ടോ, നല്ല ശക്തിയുണ്ട്. കണ്ടില്ലേ. അപ്പോൾ ഇനി താഴത്തെ ഇത് അഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. ആ മാഗ്നറ്റിക് കംപ്ലീറ്റ് എടുത്ത് മാറ്റേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ നീഡിൽ ലൂസായിട്ടുണ്ട് അവിടെ കണ്ടോ, നീഡിൽ മാറിയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഡിസ്ക് പതുക്കെ പൊക്കിയെടുക്കാം. ഡിസ്ക് പോറത് ശ്രദ്ധിക്കണം. അപ്പോൾ ആ നീഡിൽ പതുക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് അതിൻ്റെ ആ നീഡിൽ തുമ്പിലൊന്നും കൈ കൊള്ളരുത് കഴിവതും. പതുക്കെ നമുക്ക് ആ ഡിസ്ക് പൊക്കിങ് എടുക്കാം. ഓക്കെ, നേരെ എടുത്ത് പൊടിയൊന്നുമില്ലാത്ത സർഫസിലേക്ക് നമുക്കത് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഇവിടെ ഒരു മോട്ടറായിരിക്കുന്നത് കേട്ടോ, 5 വോൾട്ടിൻ്റെ മോട്ടറാണെന്ന് തോന്നുന്നു. പിന്നെ ഈ നീഡിൽ ഒന്ന് ഇത് കണ്ടോ, ഇതാണ് മുകളിലും താഴെയായിട്ട് നീഡിലുണ്ട് ആ ഡിസ്കിൻ്റെ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ നീഡിൽ ചെറിയ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, ചെറിയ വളവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അത് റീഡ് ചെയ്യാത്തത്. ഇനി നമുക്ക് അടുത്ത ഹാർഡ് ഡിസ്ക് അഴിച്ചേക്കാം. ഇത് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാർഡ് ഡിസ്ക് കേട്ടോ, ഭയങ്കര റിസ്ക്കാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഈ ഹാർഡ് ഡിസ്കും കേടായി പോകാൻ സാധ്യതയുണ്ടാവും, പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് അഴിച്ചേക്കാം. ഞാനിപ്പോൾ ഇതിനകത്തുള്ള ഡേറ്റാസൊക്കെ വേറൊരു ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റിയിരിക്കുക കേട്ടോ, പുതിയൊരു ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നിട്ടാണ് ഇപ്പം അഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്ക്രൂസ് എല്ലാം വേഗം റിമൂവ് ചെയ്തേക്കാം. എന്നിട്ട് ആ സെൻറ്ററിൽ ഒരു ഹൈഡ് ചെയ്തിരിക്കുന്ന സ്ക്രൂ ഇല്ലേ, അതും കൂടി റിമൂവ് ചെയ്തേക്കാം. പിന്നെ ഇത് രണ്ടും സെയിം ഹാർഡ് ഡിസ്ക് കേട്ടോ, ഒരേ കമ്പനിയുടെ തന്നെ ഒരേ മോഡൽ ഹാർഡ് ഡിസ്ക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അഴിച്ചപ്പോൾ ശ്രദ്ധിച്ചു, ഇതിൻ്റെ നീഡിലെല്ലാം സെൻറ്ററിലാണ് വന്നിരിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ലല്ലോ ഇരിക്കുന്നത്. ശരിക്കും ഇതുപോലെ ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് വേണം ഇത് കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്ക് നിർത്താൻ. അപ്പോൾ ഈ ഒരു ഹാർഡ് ഡിസ്കും കംപ്ലൈൻറ്റ് തന്നെയാണ്, എന്നാലും റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മറ്റേതിൻ്റെ പോലെ തന്നെ മുകളിലത്തെ ഈ മാഗ്നറ്റ് മാത്രം എടുത്ത് മാറ്റിയാൽ മതി, അത് നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ നീഡിൽ നമുക്ക് സൈഡിലേക്ക് ഒതുക്കി വെക്കാം. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലും സ്പേസർ വെച്ചിട്ട് ഇങ്ങോട്ട് വരാത്ത രീതിയിൽ നമുക്കത് അറേഞ്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് ഈ ഹാർഡ് ഡിസ്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് മറ്റേ ഹാർഡ് ഡിസ്ക് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. അതിൻ്റെ മുകളിലത്തെ ആ സ്ക്രൂസ് അഴിക്കാൻ മറന്നു പോയിട്ടോ, അതിപ്പോൾ അഴിച്ച് മാറ്റിക്കാം.
മാഗ്നറ്റ് ആയതുകൊണ്ട് സ്ക്രൂ ഒന്നും വീണ് കഴിഞ്ഞിട്ട് വരത്തില്ല കേട്ടോ, ഭയങ്കര പാടാണ്. അപ്പോൾ ഈ ടൂളിൻ്റെ ടിപ്പ് തന്നെ നമുക്കിവിടെ സ്പേസറായിട്ട് ഫിറ്റ് ചെയ്യാം. ഇത് പതുക്കെ പൊക്കിയെടുത്തേക്കാം. ഓക്കെ, ചെറിയ പോറൽ പോലെ കാണുന്നുണ്ട് കേട്ടോ ആ ഡിസ്കിനകത്ത്. ഇത് നമ്മുടെ പഴയ ഹാർഡ് ഡിസ്കിൻ്റെ അടുത്ത് നമുക്ക് പ്ലേസ് ചെയ്യാം. അതിൽ ചെറിയൊരു പോറലൊക്കെ കാണുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലത്തെ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, അതും വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ഇട്ടേക്കാം. ആ സ്ക്രൂ അഴിച്ചത് വലിയ ബലമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോഴും ഓവറായിട്ട് ടൈറ്റ് ചെയ്യാതെ അതേ ബലത്തിൽ തന്നെ തിരിച്ചും ഫിറ്റ് ചെയ്യണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാർഡ് ഡിസ്ക് സ്വാപ്പ് ചെയ്യുന്ന ഒരു രക്ഷയില്ലാത്തതുകൊണ്ടോ കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നുവെച്ചാൽ എനിക്ക് ഇങ്ങനെ എന്തായാലും അത് ഡേറ്റാസൊക്കെ റിക്കവർ ചെയ്യേണ്ടതുണ്ട്. കുറേ വീഡിയോസും എല്ലാം അതിനകത്ത് നിന്ന് കിടക്കുന്നത്. ഹാർഡ് ഡിസ്ക് പോയ സമയത്ത് എനിക്ക് മാറ്റാനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അരമണിക്കൂർ മാത്രമേ സമയം കിട്ടിയുള്ളായിരുന്നു. ആ സമയത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ ഹാർഡ് ഡിസ്ക് കംപ്ലീറ്റ് ഫെയിലായിപ്പോയി. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു സ്മെല്ല് വന്നു, കരിഞ്ഞ പോലത്തെ. അത് ആ ബോർഡിനകത്ത് എനിക്കൊന്ന് എന്തോ ഇതിനകത്ത് നീഡിലെ പ്രശ്നം കൊണ്ടായിരിക്കും അകത്ത് ചൂടായിട്ട് കത്തിപ്പോയത്. ഇപ്പോഴായാലും ആ നീഡിൽ നമുക്ക് പതുക്കെ തിരിച്ച് ഇവിടെ പ്ലേസ് ചെയ്യിക്കാം, ഡിസ്കിലേക്ക് പ്ലേസ് ചെയ്യാം. വളരെ സാവധാനം വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് മാഗ്നറ്റ് ഇട്ട് അതിൻ്റെ സ്ക്രൂവും കൂടി ഇട്ടേക്കാം. ഈ ഒരു പൊസിഷൻ കണ്ടില്ലേ ഈ നീഡിലിരിക്കുന്നത്, ആ ഒരു പൊസിഷനിലാണ് സാധാരണ ഈ നീഡിൽസൊക്കെ ഇരിക്കുന്നത് കേട്ടോ, നല്ല ഹാർഡ് ഡിസ്കിൻ്റെയൊക്കെ. അത് ഓണാക്കുമ്പോൾ മാത്രമേ സെൻറ്ററിലേക്ക് വരത്തുള്ളൂ. എന്നിട്ട് ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും ഓടിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഡേറ്റ കേബിൾ നമുക്ക് ഇവിടെ കണക്ട് ചെയ്തേക്കാം. എന്നിട്ട് പവറിൻ്റെ കൂടെ കണക്ട് ചെയ്യാം. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കവർ ഇടാത്തത്. അപ്പോൾ അത് ആ നീഡിലും ആ ഹാർഡ് ഡിസ്കിൻ്റെ ഡേറ്റ എങ്ങനെ റീഡ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ സാധിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടർ ഒന്ന് ഓൺ ചെയ്തേക്കാം. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement.